പറയാൻ വരെ പറ്റില്ല. നിങ്ങൾക്കൊക്കെ കോവിഡ് വന്നോന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. ചേരനത്തിന് നാട്ടിൽ ചെന്ന എന്ത് തിന്നണം? ഹലോ എവ്രി വൺ, വെൽക്കം ടു കുഞ്ഞൂസ് വേൾഡ്. അപ്പോൾ ഇന്നതാ സാറ്റർഡേ ഒരു പുതിയ വ്ളോഗുമായിട്ട് വന്നേക്കാണ്. എൻ്റെയും ചിക്കുവിൻ്റെയും വക. ചിക്കൂസ് ഇങ്ങനെ ഓരോന്ന് കണ്ടുപിടിച്ചുകൊണ്ട് വരും, നമ്മളെല്ലാവരെയും ട്രൈ ചെയ്യിക്കാൻ. യൂഷ്വലി അവൾ പണ്ട് മുതലേ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇന്നും അതേപോലെ ഒരു ഫ്രൂട്ട് അവൾ കണ്ടുപിടിച്ചിട്ട് വന്നിട്ടുണ്ട് ഞങ്ങളെല്ലാവരെയും ട്രൈ ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. എനിക്കറിയാതെ എന്താണെന്നുള്ളത്. എന്തായാലും നിങ്ങൾക്കൊരു ഹിൻറ്റ് എന്ന പോലെ ഞാൻ തരാം. ഇറ്റ് ടേസ്റ്റ് ലൈക്ക് എ ഹെവൻ, സ്മെൽ ലൈക്ക് എ ഹെൽ. എന്താണെന്ന് നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്ക്. അപ്പോഴത്തേക്കും ഞങ്ങൾ പോയിട്ട് എല്ലാവരെയും പിക്ക് ചെയ്ത് വെസ്റ്റ് എഡ്മണ്ടൺ മാളിലെ ആ ഫ്രൂട്ട് ഷോപ്പിലേക്ക് പോവാം. എല്ലായ്പ്പോഴും നമ്മൾ പോകുന്ന ഡ്രീം ടീ, അവിടെയാണ് ഈ ഫ്രൂട്ടിൻ്റെ ഒരു വെറൈറ്റി കിട്ടാനുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ പോയി ഡ്രീം ടീയിൽ അത് കിട്ടും. അത് മേടിച്ച് എല്ലാവർക്കും കൊടുത്ത് അവരുടെ എക്സ്പ്രഷൻ ഒന്ന് നോക്കട്ടെ. ടേസ്റ്റ് ലൈക്ക് എ ഹെവൻ, സ്മെൽ ലൈക്ക് എ ഹെൽ. മറ്റേ ഫ്ലൈറ്റിലൊക്കെ നിന്ന് ഇങ്ങനെ കയറി വരുമ്പോൾ ആൾക്കാർ സിനിമക്കാർ ബൈ പറയില്ലേ, അതുപോലെ ഉണ്ടായി. അമ്മയുടെ സ്വന്തം മോള് ഞാനാ. സ്വന്തം മോക്ക് ഉമ്മ എന്നിട്ട് വേണം ഒരു എക്സ്ട്രാ. അയ്യോ കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ ദാ ഡ്രീം ടീയിൽ എത്തിയിരിക്കുന്നു. ഡ്രീം ടീയിലാണ് ആ സംഭവം ഉള്ളത്. ചിക്കു, നമ്മളൊക്കെ ഭയങ്കരമായിട്ടല്ലേ അപ്പേ പരീക്ഷണാർത്ഥം കൊണ്ടുവന്നേക്കുവാണ്. പെരക്കകത്ത് കയറ്റരുതെന്നുള്ള വാണിംഗ് ഉള്ളത് കൊണ്ട് ചിക്കു പാവം ഡ്രീം ടീയിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇവിടെ ഇരുത്തി കഴിപ്പിച്ച് ഞങ്ങളെ ഒരു വകയാക്കും എന്നാണ് അവൾ പറയുന്നത്. ഒരെണ്ണം മതി കേട്ടോ, എന്റെ പൊന്നു വെക്കും, ഒരെണ്ണം മതി. ഇല്ലട മുത്തേ, സ്മെൽ ലൈക്ക് എ ഹെല്ലല്ലേ, ഇഷ്ടപ്പെടാൻ വഴി കുറവ്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ എന്താണ് ആ ടേസ്റ്റ് ലൈക്ക് എ ഹെവൻ, സ്മെൽ ലൈക്ക് എ ഹെൽ അറിയാൻ? കാട്ടി തരട്ടെ, കാട്ടി കൊടുക്കട്ടെ ചിക്കു? ദ ഡുറിയൻ, വൈറൽ ഡുറിയൻ ബബിൾ ടീ. പിള്ളേർക്ക് ഞങ്ങൾ ചോക്ലേറ്റ് ഷേക്കും വാനില ഷേക്കും മേടിച്ചത് കൊടുക്കുവാണ് കേട്ടോ. ആയറൂട്ടിക്ക് ചോക്ലേറ്റ് ഷേക്കും റോങ്കുട്ടിന് വാനില ഷേക്കും. ഇനി ഞങ്ങൾക്ക് എങ്ങാനും ഡുറിയൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് ഓർത്ത് പിള്ളേരുടെ കയ്യിൽ നിസ്കാന്ന് ഓർത്ത് അവരുടെ പപ്പാതി ഞങ്ങൾ വേറെ പാത്രത്തിൽ കൂടെ ആക്കിയിട്ടുണ്ട്. അത് മൊത്തം കുടിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിത് വേറെ വേറെ പാത്രത്തിൽ കൂടെ ആക്കിയിട്ടുണ്ട് ഞങ്ങൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് നമ്മുടെ സാധനം എടുത്ത് കൊടുത്താലോ ഇവരെ ആദ്യം ട്രൈ ചെയ്യിപ്പിക്കാം. മൂക്കടച്ചു വെച്ചോ. ആൻറ്റിക്കാർന്നല്ലോ ഇത് ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. ആൻറ്റി അതൊന്ന് ട്രൈ ചെയ്യാം ആദ്യമേ തന്നെ. അന്ന് ആദ്യം അപ്പയുടെ എക്സ്പ്രഷൻ ആയിക്കോട്ടെ. മൂക്കടച്ചു വെച്ചിട്ട് കുടിച്ചോ. കുഴപ്പമില്ല, കുഴപ്പമില്ല. അയ്യോ, എന്തെങ്കിലും ഒന്ന് പറ അപ്പേ. പറയാൻ വരെ പറ്റില്ല. ഇനി അമ്മ ഇല്ല, അങ്ങനത്തെ ചൊവ്വയല്ല. പക്ഷെ ഇതിനൊരു കയ്പോ ചമർപ്പോ അങ്ങനെ എന്തോ സംതിങ്. ഇനി അമ്മ മൂക്കടച്ചോ, ശ്വാസം അങ്ങ് എടുത്ത് വെച്ചിട്ട് അങ്ങ് വലിച്ചോ. ടേസ്റ്റ് കുഴപ്പമൊന്നുമില്ല. വേണ്ട, മണക്ക് ഒന്ന് മണക്ക. ഇല്ല, അയ്യോ എനിക്ക് ഇവിടുന്ന് മണം കിട്ടി തുടങ്ങി. ദൈവമേ, ഇതിന് മണമില്ല. നിങ്ങൾക്കൊക്കെ കോവിഡ് വന്നോന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. ഇടും, അതിന് എവിടെ ഇടണ്ട, അത് അവിടെ തന്നെ ഇട്ടോ. അവള് വേറെ തുള തുളച്ചോളൂ അതിനകത്ത്. ഇനി ആന്റിയുടെ വക. അയ്യോ, നമ്മളിതിനോട് കുടിച്ചില്ല കേട്ടോ. രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ടേ. രണ്ടെണ്ണം സ്പിറ്റ് ചെയ്ത് മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഇനി കുഴപ്പമില്ല. മണമുണ്ടോ? മണത്തില്ല. മണത്ത് നോക്കിക്കോ ഒന്ന്. ഒന്ന് മണ
മണം ഇതിനകത്ത് വരുന്നില്ല. അതിങ്ങനെ എടുത്തിട്ട് അത് തുറന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മണം വരും. ചെറിയ ചക്കയുടെ ഒക്കെ മണം തന്നെ ഉള്ളൂ. അത് ഇതൊന്ന് തുറക്ക എന്നിട്ട് മണത്തിട്ട് പറ. മണത്തിട്ട് കുടിക്കാൻ അല്ല, കുടിച്ചിട്ട് മണക്കാൻ മേടിച്ചതാ. ചിക്കുവിന്റെ എക്സ്പ്രഷൻ പറഞ്ഞില്ല. അയ്യോ, ചിക്കുവിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലേ? തുപ്പരുത്, എന്റെ ക്യാമറയും എന്റെ മൈക്ക് പോകും. അയ്യോ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അയ്യോ, ഇനി ഞാൻ എങ്ങനെ ട്രൈ ചെയ്യും? വേണ്ടടാ. സ്വീറ്റും ഇല്ല. ടേസ്റ്റ് ലൈക്ക് ഹെവൻ എന്ന് പറയുന്നത്. അപ്പൊ ഹെവൻ ഇങ്ങനെയായിരുന്നു ടേസ്റ്റ്. ഇതിന് ശരിക്കും ഒരു കറിയുടെ മണവും നമ്മുടെ എന്തോ ഒരു സൈസ് കഷായത്തിന്റെ ടേസ്റ്റ് എനിക്ക് തോന്നണേ. കറിയുടെ മണോ? കറിയുടെ മണവും ഒരു സൈസ് അതെ ഉലുവ. നമ്മൾ ആ ഒരു കയ്പുള്ള സാധനമില്ലേ നമ്മൾ ഈ മോരിനകത്തൊക്കെ ഇടണേ ഉലുവ, ശരിക്കും അതിൻ്റെ ടേസ്റ്റ് എനിക്ക് തോന്നണേ. അതിൻ്റെ ആ ഇത് തന്നെയാണ് എനിക്ക് തോന്നണേ. കഴിച്ചു നോക്ക്. ഇനി ഇത് സറണ്ടർ ചെയ്യേ. കുട്ടി മേടിച്ചു തരാം, കുടിച്ചോ. ഇതിന് സ്മെല്ലുണ്ട്. ഉലുവയുടെ സ്മെല്ലുള്ളൂ. ഉലുവ സംതിങ് എൽസ്. ഉലുവ വെള്ളം. മണത്തോക്കെ ഈ തൊളയക്കട. തനി ഉലുവ വെള്ളം. അയ്യോ, എൻ്റെ വായിക്ക് ഇപ്പം ആ സ്മെല്ലുണ്ടോ? എനിക്ക് സംസാരിക്കുമ്പോൾ ആ സ്മെല്ല് ഫീൽ ചെയ്യണു. ഓ, ഇവിടെ ഒരാൾ ചോക്ലേറ്റ് കൊണ്ട് വന്നേക്കണേ. താങ്ക്സ് ആൻറ്റി, എടുത്തോ. എനിക്ക് സംസാരിക്കുമ്പോൾ സ്മെല്ല് ഫീൽ ചെയ്യുന്നു. നിങ്ങൾക്കുണ്ടോ അങ്ങനെ ഒരു ഫീല്? നിങ്ങളൊക്കെ ശരിക്കും കുടിച്ചോ? ഇത് വാ നിറച്ചെടുത്ത് കുടിച്ചോ? എന്തെങ്കിലും സാധനം മേടിച്ചെന്ന് വാന്നാക്കിയില്ലെങ്കിൽ ശരിയാവില്ല കേട്ടോ. നമുക്ക് പുട്ടീൻ മേടിക്കാം. എന്നാ കുടിച്ചോ, നിന്റെ ഫേവറേറ്റ് അല്ലേ? എന്നാ വാ നന്നാക്കാനുള്ള സാധനം എന്നാ. ആൻറ്റി എനിക്ക് ഒരെണ്ണം കൂടെ വേണം. ആൻറ്റി അപ്പ എടുത്തു. അത് കളാ ഇനി. അത് പിന്നെയും കുടിച്ചോണ്ടിരിക്കാറു. അല്ല ചിക്കു, എൻ്റെ റോങ്കുടിനെ ഒന്ന് സ്മെല്ല് ചെയ്യിപ്പിക്കാം. ആ, കോഫിയുടെ സ്മെല്ലും കോഫിയുടെ മണവും അല്ല, കോഫിയുടെ സ്മെല്ലും കോഫിയുടെ ടേസ്റ്റും. ഞങ്ങളുടെ ഒരു ഗോച്ചു കൊപ്പിക്കോ കോഫി ക്യാൻഡി. സൂപ്പർ. റോങ്കുടിനെ സ്മെല്ല് ചെയ്യണമെന്ന് പറഞ്ഞിട്ടതാ. എങ്ങനെയുണ്ട് റോണി സ്മെല്ല്? അരൂട്ടി ഒന്ന് സ്മെല്ല് ചെയ്തമ്മ. ഒന്ന് സ്മെല്ല് ചെയ്തേ. സ്മെല്ല് ചെയ്തേ. The weirdest smell I've ever smelled. ഈ ചുമ്മാ കയറി പോവാമോ? ഈ ഒരു ഡുറിയൻ ഫ്രൂട്ട് സ്മെല്ലോ ടേസ്റ്റോ ചെയ്തവരുണ്ടെങ്കിൽ കമന്റ് ബിലോ ഗൈസ്. നേരത്തെ ഒരിക്കൽ ടുട്ടു ഉണ്ടായിരുന്ന സമയത്ത് ഞാനും ടുട്ടൂസും ചിക്കൂസും കൂടെ പോയി ഇവരോട് തന്നെ ചോദിച്ചു ഒരു ഇത്തിരി ഡുറിയൻ്റെ ഫ്രൂട്ട് എടുത്ത് സ്മെല്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ. അന്ന് എനിക്ക് ഫീൽ ചെയ്തത് സെപ്റ്റിക് ടാങ്ക് തുറക്കുമ്പോൾ ഉള്ള സ്മെല്ലാണ്. പക്ഷെ ഇന്നിപ്പോൾ ഐസ്ക്രീമൊക്കെ മിക്സ് ചെയ്ത് നമുക്കതൊരു ഷേക്കാക്കി തന്നതുകൊണ്ട് തന്നെ അത്ര സ്മെല്ലൊന്നും തോന്നിയില്ല കേട്ടോ. എന്നാലും നമ്മുടെ വായിക്കകത്ത് വേറെ എന്തൊക്കെയോ ഒരു ചീഞ്ഞ ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ വാ നന്നാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തത് പുറ്റീനാണ് കേട്ടോ. 20 മിനിറ്റ്സ് വെയിറ്റ് വന്നതുകൊണ്ട് തന്നെ മക്കളുടെ പേഷ്യൻസ് ലെവൽ ശരിക്കും തീർന്നു പോയി. അതുകൊണ്ട് തന്നെ എല്ലാവരെയും അവർ നന്നായിട്ടിട്ട് വട്ടം കറക്കിയിട്ടുണ്ട് കേട്ടോ. ഇന്നും ഇവിടെ ഉണ്ട് ഗൈസ് ചക്കപ്പഴം. എനിക്ക് ഭ്രാന്താണ് ചക്കയോട്. ചക്ക ഇഷ്ടമാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്ക. എൻ്റെ കുഞ്ഞിപ്പെണ്ണിനും എന്നെ പോലെ ഭയങ്കര ഇഷ്ടമാണ്. അതെ, എനിക്ക് ചക്കഭ്രാന്ത് ഭയങ്കരമായിട്ടുള്ളത് കൊണ്ട് എനിക്ക് പണ്ടൊരു പേരുണ്ടായി. കുഞ്ഞിലെ എന്നെ എല്ലാവരും വിളിച്ചുകൊണ്ടിരുന്ന ഒരു പേരുണ്ടായി നമ്മുടെ നാട്ടിൽ. എന്താണെന്ന്
ഗസ് ചെയ്യാൻ പറ്റുന്നവർ കമൻറ്റ് ബിലോ. ഓക്കെ, ചക്കപ്പെണ്ണ്. എൻ്റെ മോൻ ഗസ് ചെയ്ത് ചക്കപ്പെണ്ണെന്ന്. നോ, നാട് മിസ് ചെയ്യുന്നു. ഞാൻ പണ്ട് നാട്ടിൽ നിന്ന് വരുമ്പം ഞാൻ വിചാരിച്ചു എനിക്ക് എൻ്റെ കസിൻസിനും എൻ്റെ പ്ലേ ടൈം എൻ്റെ കൂട്ടുകാരോടൊപ്പം ഉള്ള സമയം സ്പെൻഡ് ചെയ്യുന്നത് അതൊക്കെ എനിക്ക് മിസ് ചെയ്യുന്നതെന്ന് ഏറ്റവും കൂടുതൽ. പക്ഷെ അല്ല ഗൈസ്, പേരയ്ക്ക, ചാമ്പയ്ക്ക, ലൗലോലിക്ക, അതായത് ചക്ക, ആനിക്കവള, ഇതൊക്കെയാണ് എനിക്ക് മിസ് ചെയ്യുന്നത് ഭയങ്കരമായിട്ട്. ഗമ്മി കഴിച്ചിട്ട് വരാം. അങ്ങനെ ദാ ഞങ്ങൾ പുറ്റീനൊക്കെ മേടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നു. അല്ല ചിക്കോ? തുറന്നു, ഓരോന്നായിട്ട് തുറന്നു. മോം People in here. ചിക്കോ നല്ല ഉടുപ്പാണല്ലോ. നൈസ്. എനിക്ക് മറ്റേ പണ്ടൊരു കളർഫുൾ പഫി ഉടുപ്പുണ്ടായിരുന്നില്ലേ മമ്മ, ഇങ്ങനെ സൗദിയിൽ നിന്ന് കൊണ്ടുവന്നേ? അതൊക്കെ എന്തിനാണോ, എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ ഉടുപ്പ് പോലെ ഫീൽ ചെയ്യണം എനിക്കിത്. ആണോ? എൻ്റെ കുഞ്ഞുപെണ്ണിന് ട്രൈ ചെയ്യാൻ ഇഷ്ടമാണോ അത്? റോണിന് വേണ്ടേ? ബാ ഇവിടെ വന്നിരിക്കും. റോണു ഇവിടെ വന്നിരുന്നു. അപ്പേ ബാ, അപ്പേ ഷെയർ ചെയ്ത് കഴിക്കാൻ നമുക്ക്. ആളങ്ങോട്ട് അരുട്ടി ഇഷ്ടപ്പെട്ടോ? മോർ വേണോ? എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയോ? കൊള്ളാവോ? സൂപ്പർ അല്ലേടാ? അടിപൊളി. പുട്ടിൻ ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് പുട്ടിൻ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതിന്റെ ഗ്രേവിക്കാ സൂപ്പർ. കുട്ടീനെ പിടിച്ചു. ഒരെണ്ണം ഫുൾ ആവശ്യത്തെ എടുത്തോ. അപ്പേ നമ്മള് ചേരേനെ തിന്നാൻ നാട്ടിൽ ചെന്ന എന്ത് തിന്നണം? ചേരയുടെ നടു കഷ്ണം കഴിക്കണം. അപ്പം നമ്മൾ കാനഡയിൽ വന്ന് ജീവിക്കുമ്പോൾ പുറ്റീനൊക്കെ കഴിക്കണം. അത് ചേര തിന്ന നാട്ടിൽ ചെന്നുമ്പോ ചേരയുടെ നടുകൂടെ ഇരുന്നത് ചുമ്മാ കിട്ടിയാൽ തിന്നാം. പച്ചക്ക ചുമ്മാ കിട്ടിയാൽ തിന്നാന്ന. ഫ്രീ കാശ് കൊടുത്ത് തിന്നുമ്പോ നല്ല സാധനം തിന്നണം. ഓ അങ്ങനെ. ഇത് ചുമ്മാ കിട്ടിയതല്ലേ അപ്പേക്ക്? അപ്പേക്ക് മതിയോ? അമ്മ പറ അമ്മ, നല്ലതല്ലേ അമ്മ? Mama, can you pass me the fish? കഴിച്ചു നോക്കാതെ നല്ലതാന്ന് പറയുന്ന അമ്മേനെ എന്താ ചെയ്യേണ്ട ഞാൻ? അതിന്റെയൊക്കെ എത്രയോ ഇരട്ടി നല്ല സാധനമാണ് ഇത്. ചക്ക അത് ഞാൻ ഓൾറെഡി ഇത് ചെയ്തായിരുന്നു ഇപ്പം. ഓക്കെ, അപ്പം ഞങ്ങളുടെ ഡുറിയൻ എക്സ്പീരിയൻസ് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഡുറിയൻ തന്നെയല്ലേ എന്നെ പറയാം. ഓക്കെ, ഭയങ്കരമായിരുന്നു. അതിൻ്റെ സ്മെല്ല് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റാത്ത സ്മെല്ലാണ്. ടേസ്റ്റും ഞങ്ങൾക്ക് അങ്ങനെയൊക്കെ തന്നെ തോന്നിയത്, അല്ലാതെ അവർ പറയുന്ന പോലെ ഹെവൻ ടേസ്റ്റ് ഭയങ്കര സ്വീറ്റ് ആയിട്ടൊന്നും തോന്നിയില്ല. എനിവേസ് ഞങ്ങൾ എന്നിട്ട് പുട്ടീനൊക്കെ മേടിച്ചുകൊണ്ട് വന്നത്. ആ പുട്ടീനൊക്കെ കഴിച്ചു, എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ ഒരു കുട്ടി വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, ഷെയർ, Subscribe. Thank you so much for watching. Bye bye. Good.